ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിനായിട്ടുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അത് SCRT ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ മറ്റൊരു അധ്യായം നോക്കുകയാണ്. 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠം വൈവിധ്യം നിലനിൽപ്പിന്. എന്താണ് വൈവിധ്യം നിലനിൽപ്പിന്? ഓക്കെ, പാഠത്തിലോട്ട് കടക്കാം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എന്നറിയപ്പെടുന്നത്. എന്താണ് ഇക്കോളജി? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളാണ് ഉൽപാദകർ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് ഉൽപാദകർ. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികൾ അറിയപ്പെടുന്നത് ഉപഭോക്താക്കൾ. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികൾ അറിയപ്പെടുന്നത് ഉപഭോക്താക്കൾ. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ്. പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നവ ദ്വിതീയ ഉപഭോക്താക്കൾ. ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് തൃതീയ ഉപഭോക്താക്കൾ. ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് തൃതീയ ഉപഭോക്താക്കൾ. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. നോക്കാം. 1ാം പോഷണതലം എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ്. 2ാം പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കൾ. 3ാം പോഷണതലം ദ്വിതീയ ഉപഭോക്താക്കൾ. 4ാം പോഷണതലം തൃതീയ ഉപഭോക്താക്കൾ. ക്ലിയർ അല്ലേ? എന്താണ് പോഷണതലം? ഭക്ഷ്യശൃംഖലയിൽ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അപ്പോൾ 1ാം പോഷണതലം ഹരിത സസ്യങ്ങളാണ്. 2ാം പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കൾ. 3ാം പോഷണതലം ദ്വിതീയ ഉപഭോക്താക്കൾ. 4ാം പോഷണതലം തൃതീയ ഉപഭോക്താക്കൾ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ ജീവിബന്ധമാണ് ഇരപിടുത്തം. എന്താണ് ഇരപിടുത്തം? ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും അല്ലെ, ഭക്ഷണം എന്തിനാണോ ആഹാരമാക്കുന്നത് അതിന് ഗുണകരവും മറ്റേതിന് ദോഷവും ഇരയ്ക്ക് ദോഷവും ആയ ജീവിബന്ധമാണ് ഇരപിടുത്തം. ഉദാഹരണം മാനും കടുവയും. ഇവിടെ ഇരയായ മാൻ ഇരപിടിയന് ഭക്ഷണമാകുന്നു. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ മറ്റൊരു തരം ജീവിബന്ധമാണ് പരാത ജീവനം. എന്താണ് പരാത ജീവനം? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരവുമായ മറ്റൊരു തരം ജീവിബന്ധമുണ്ട്. അതെന്താണ്? പരാത ജീവനം. മാവും ഇത്തിൽക്കണ്ണിയും. ഇവിടെ പരാതമായ ഇത്തിൽക്കണ്ണി പോഷണത്തിനായി മാവിനെ ആശ്രയിക്കുന്നു. തുടക്കത്തിൽ രണ്ടിനും ദോഷവും പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരവുമാവുകയും ചെയ്യുന്ന ജീവബന്ധം അറിയപ്പെടുന്നത് മത്സരം എന്നാണ്. തുടക്കത്തിൽ രണ്ടിനും ദോഷകരവും പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാവുകയും ചെയ്യുന്ന ജീവിബന്ധം അറിയപ്പെടുന്നത് മത്സരം. ഉദാഹരണം നെല്ലും കളയും. നെല്ലും കളയും എന്താണ്? മത്സരമാണ് അല്ലെ. അടുത്തത് ജീവിബന്ധങ്ങളിൽ രണ്ടു ജീവികൾക്കും ഗുണകരമാവുന്നത് മ്യൂച്വലിസം. എന്താണ്? ജീവിബന്ധങ്ങളിൽ രണ്ടു ജീവികൾക്കും ഗുണകരമാവുന്നത് മ്യൂച്വലിസമാണ്. പൂവും പൂമ്പാറ്റയും. നോക്കൂ, ഒരു ചെടി നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? പൂമ്പാറ്റ വേണം അല്ലേ. ചെടി ഇല്ലെങ്കിൽ എന്തില്ല? പൂമ്പാറ്റയ്ക്ക് ജീവിതമില്ല. അതുപോലെ പൂമ്പാറ്റയില്ലെങ്കിലോ പൂവുകളും ചെടികളും സസ്യങ്ങളും എന്താണ്? അവരുടെ പ്രത്യുൽപാദനത്തെയും ബാധിക്കും അല്ലേ. അപ്പം രണ്ടും എന്താണ്? മ്യൂച്വലിസമാണ്. മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഗുണകരമാണ്. ശരിയല്ലേ? അടുത്തത് ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം അറിയപ്പെടുന്നതാണ് കമൻസലിസം. കമൻസലിസം എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ അല്ല. ഈ ജീവിബന്ധം അറിയപ്പെടുന്നതാണ് കമൻസലിസം. ഉദാഹരണം മാവും മരവാഴയും. മാവും മരവാഴയും. ക്ലിയർ അല്ലേ? അടുത്തത് ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവി സമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. 1985 ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ് 1985 ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്.
ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. സഹ്യപർവ്വതം, സഹ്യാദ്രി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. സഹ്യപർവ്വതം, സഹ്യാദ്രി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. വംശനാശം സംഭവിച്ചു പോയ ജീവികൾക്ക് ഉദാഹരണമാണ് ഡോഡോ, സഞ്ചാരിപ്രാവ്, ക്വാഗ എന്നിവ. ഡോഡോ, സഞ്ചാരിപ്രാവ്, ക്വാഗ. ഡോഡോ എവിടെയാണ് ഉണ്ടായിരുന്നത്? മൗറീഷ്യസിൽ കാണപ്പെട്ടിരുന്ന ഒരു പക്ഷി വിഭാഗമാണ് ഇത് ഡോഡോ. സഞ്ചാരിപ്രാവ് അമേരിക്ക, ക്വാഗ ആഫ്രിക്ക എന്നീ ഇടങ്ങളിൽ കാണപ്പെട്ടു പോയ ജീവികളാണ് ഇത് ഡോഡോ, സഞ്ചാരിപ്രാവ്, ക്വാഗ എന്നിവ. അവയ്ക്ക് വംശനാശം സംഭവിച്ചു. നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? റേച്ചൽ കഴ്സൺ. അപ്പോൾ റേച്ചൽ കഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം എന്ന കൃതിയിലെ പ്രമേയം ഏതാണ്? DDT പോലുള്ള കീടനാശിനി ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളാണ് നിശബ്ദ വസന്തത്തിലെ പ്രമേയം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാനിടയായ പുസ്തകമാണ് നിശബ്ദ വസന്തം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാനിടയായ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. DDT പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നത് ഇൻസെക്ട് ബോംബ് എന്താണ്? DDT പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് ഇൻസെക്ട് ബോംബ്. എന്താണ് ഇൻസെക്ട് ബോംബ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് അശോകമരം, വരയാട്, മരമഞ്ഞൾ, സിംഹവാലൻ കുരങ്ങ്, മലബാർ വെരുക, മലമുഴക്കി വേഴാമ്പൽ എന്നിവ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുണ്ട്. ഇനിയും ഏതൊക്കെയാണ്? അശോകമരം, വരയാട്, മരമഞ്ഞൾ, സിംഹവാലൻ കുരങ്ങ്, മലബാർ വെരുക, മലമുഴക്കി വേഴാമ്പൽ. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN. എന്താണ് IUCN? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് അതിൻ്റെ മുഴുവനായ പേര്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ പട്ടികയാണ് റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ പട്ടികയാണ് റെഡ് ഡാറ്റ ബുക്ക്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു, അതിനുള്ളിൽ തന്നെ. ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? ജീവജാലകങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. ഏതെല്ലാമാണ്? വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. എന്താണ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഓക്കെ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകൾ ഏതെല്ലാമാണ്? നീലഗിരി, അഗസ്ത്യമല എന്നിവ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളാണ്. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരി, അഗസ്ത്യമല എന്നിവ.
മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ലോകത്തിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ്? 34. ലോകത്തിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34. ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല, സുഡാലാൻഡ് എന്നിവ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളാണ്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല, സുഡാലാൻഡ് എന്നിവ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എക്സിറ്റീവ്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവ എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. എന്താണ് സുവോളജിക്കൽ ഗാർഡനുകൾ? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ജൈവ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട്, തിരുവനന്തപുരം. എന്താണ്? JNTBGRI. എന്താണത്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലോട്, തിരുവനന്തപുരം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ MBG സ്ഥിതി ചെയ്യുന്നത് ഒളവണ്ണ, കോഴിക്കോട്. എന്താണ്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? ഒളവണ്ണ, കോഴിക്കോട്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്കിന് ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. ജീൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. എന്താണ് ഈ IUCN? സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടന. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. നമ്മൾ പഠിച്ചു IUCN എന്നത് എന്താണ്? പരിസ്ഥിതി സംഘടനയാണ് അല്ലെ, പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണെന്ന് പഠിച്ചു. അതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. എന്താണ് WWF? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നതാണ് WWFന്റെ ഫുൾ ഫോം. അപ്പോൾ WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. WWFന്റെ ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ട. എന്താണ്? ഭീമൻ പാണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു 10 ചാപ്റ്ററും കൂടെ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അത് എത്ര മാർക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമുക്ക് ആകെ 5 മാർക്കിനല്ലേ ചോദിക്കുന്നുള്ളൂ. ബാക്കി 15 മാർക്ക് എവിടെ നിന്നാണ്? നമ്മുടെ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ. പൊതുജനാരോഗ്യത്തിൽ നിന്ന് 10 മാർക്കും ജീവശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്